അവസാനം കൈതി നമ്പർ ഞാൻ വണ്ടി വിളിക്കടാ. വെള്ളം തുണിയാ നീ എന്ത് കളിക്കാൻ പോണോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്നത് കൊടുക്ക്. എന്റെ സുകുമാരം നീ എന്ത് കോപ്പക്കാണ് കാണിച്ചത്? ഞാനെന്ത് കാണിച്ചെന്നാ പറഞ്ഞത്? നീ വ്യക്തി നിർത്തല. എന്നെ മാത്രം പറഞ്ഞാൽ പ്രസവത്തിന്റെ പ്രസവം എന്ത് ചെയ്തിട്ടാണ്? ഒരു ലക്ഷം ഗോദ്രേജിന് താക്കോലിക്കുന്ന സ്ഥാനത്ത് ഇത്ര വലിയ കമ്പിക്കഷ്ണം കുത്തിക്കയറ്റി വെച്ചേക്കണേ. എനിക്കുള്ള എന്ത് തൂറ് വരെ അറിഞ്ഞിട്ടല്ലേ ഞാൻ അവനെ പിടിച്ചടിച്ചേ? ഇതേ കിട്ടിയുള്ളൂ. ഞാൻ എന്ത് വഴി കാണിക്കണം? എക്സ്ക്യൂസ് മീ, ഫസ്റ്റ് എയ്ഡ് വല്ലതും വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ടട്ടാ. എന്നിട്ടാണോ മൈര്യത്തിന്റെ വാരിച്ചിരുന്നേച്ച്? അതിനെന്നോടാരും ചോദിച്ചില്ല. ഒന്ന് എടുത്തോണ്ട് വാടോ. വണ്ടിയിലുണ്ട്. അവയാ മാറിയടാ. ഈ വെള്ളം കൊണ്ട് അവൻ എണീക്കില്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ ഇച്ചിരി ചൂടുവെള്ളം എടുക്കട്ടെ. ചിലപ്പോ അവൻ ചാടി എണീറ്റാലോ. നിന്നെ പുഴുങ്ങെടുക്കാൻ മാറി നോട്ട്. നീ ഒരു കൊല്ലത്തില് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ 4-5 പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി അങ്ങനെ പല ഭാഷകളിൽ അവരഭിനയിക്കുന്ന പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മ തിയേറ്ററിൽ പോയി കാശ് കൊടുത്ത് കാണുന്നുണ്ട്. എന്തുകൊണ്ടാ? നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ട്. ആ ഇഷ്ടം ഇങ്ങനെ നമ്മ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മി തല്ല് തലക്കടിക്കുന്ന ലെവൽ വരെ എത്തുമ്പോഴാണ് നമ്മളൊക്കെ അന്തങ്ങളാവുന്നത്. അപ്പൊ നമ്മളൊക്കെ അന്തങ്ങളാ? ഡെഫിനറ്റ്ലി കൺഫേം. പിന്നെ ഞാൻ കുറച്ച് കാലത്തേക്ക് സേഫ് ആയിരുന്നു. കുറെ കാലത്ത് ഞാൻ ഇപ്പോഴും 100 രൂപ മുടക്കി തുടങ്ങി. നീ ആരാ ഫാനാ? സുരേഷ് ഗോപിയുടെ. മനോജിന്റെ കൂടെ വന്നിരിക്കുന്നത് ആരാ? ഞങ്ങളാ. അതെ, സിന്ധു ഗോപിയാണ്. നമ്മൾ ഈ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയേക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാലേ, സക്കറിയ സാറിന്റെ സ്ഥലം പാട്ടത്തിന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കപ്പ കൃഷി ഇറക്കിയെങ്കിലാന്നൊരു ആലോചനയുണ്ട്. അതിനെ കുറിച്ച് എല്ലാവരുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ പ്രസിഡന്റ് മറിയാമ്മ തോമസ് പറയൂട്ടാ. ഓ, ഞാൻ ഇനി എന്ത് പറയാനാണ്? എല്ലാം സിന്ധു ഗോപി തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ബാക്കിയും കൂടെ അങ്ങ് പറയട്ടെ. അതെന്താണ് പ്രസിഡന്റ് അങ്ങനെ ഒരു വർത്താനം? ഇതാണ് പറയണത്. പ്രസിഡന്റ് ഇരിക്കുമ്പോ സെക്രട്ടറി ആടരുത്. അല്ല പ്രസിഡന്റ്, നമുക്ക് നടാനുള്ള കപ്പക്കൊള്ളിക്ക് എവിടെ നിന്ന് കിട്ടും? കൊള്ളിയൊക്കെ എത്തിക്കാൻ ആൾക്കാരുണ്ട്. ആദ്യം ആരൊക്കെ ഉണ്ടാവുമെന്ന് പറ, അല്ലാതെ അവസാനം കിടന്ന് കാണാണോ പറയരുത്. പച്ചക്കറി കൊടുക്കണം. നമ്മ ചന്തക്കപ്പിള പെരുന്നാളിന് ശ്രദ്ധിക്കൊന്നും വന്നല്ലോ. ചിടാൻ വന്നല്ലേ? അതാണ്. ഇവിടെ എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്തുണ്ടോ? തന്റെ വടിക്കാത്ത അവൻ കൊണ്ട് മിണ്ടാണ്ടിരിക്കാവോ? ചെല്ലടാ പോന്നീ ചെല്ലി നേരെ ഞങ്ങൾക്ക് ഓട്ടോ ഓടിക്കാറില്ല. താക്കോലേ ഇല്ലേ? നീ സിസ്റ്ററെ, ഇവിടെ ഗൂഗിൾ പേ എടുക്കോ? പണയം വരെ എടുക്കും. QR കോഡ് 2356 രൂപ ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. കൂട്ടുകാരന്മാരല്ലേ വലിയ കാര്യമായിട്ടൊക്കെ വിളിച്ചപ്പോ എന്തെന്നല്ല ഓട്ടം തരാനാണെന്നാണ് ഞാൻ കരുതിയത്. ഇതൊരു തന്നെ 10 കാശില്ലാണ്ട് ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ബാക്കിയുള്ളവൻ CC അടക്കാൻ വെച്ച കാശ് എടുത്തവന്റെ അണ്ണാക്കിലും തള്ളിയിട്ട് സന്തോഷമുണ്ട്. സുഖു പൊന്നു ബിബീഷ, പൈസ അല്ലേ സമാധാനം ഉണ്ടാക്കാന്ന്. നീ ഇത് എത്രാമത്തെ സമാധാനം അറിയാമോ? അടിക്കാതെ പോണ വഴി കൂടി ഇത് ഞാനുണ്ടാക്കിയ കുഴിയല്ല, ഇത് നിറച്ചു കുഴിയാണ്ട റോഡല്ലേ. കുഴിയൊക്കെ കാണും. ഡോക്ടറോട് നിങ്ങളും കേട്ടല്ലേ? ഡോക്ടർ പറഞ്ഞൊക്കെ ഞാൻ എങ്ങനെ കേൾക്കാനാണ്? അത് നിങ്ങൾക്കെല്ലാം അറിയോളൂ. മനോജിന്റെ കൂടെ വന്നിരിക്കുന്നത് ആരാ? ഞങ്ങളാ. ആളൊക്കെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ ഇഞ്ചുറി ഒന്നുമില്ല. 2 സ്റ്റിച്ച്. പിന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആളൊട്ടും വേദന വാങ്ങാനുള്ള. മുറിവായ സ്ഥലത്ത് കൈ കൊണ്ടൊന്ന് തട്ടിയാൽ മതി, അപ്പൊ തന്നെ കാറ് വിളിച്ച് ബോധം പോകണേ.
ഒരു പക്ഷെ സ്റ്റിച്ച് വലിയുന്ന പെയിൻ കൊണ്ടാകും പെട്ടെന്നുള്ള ബോധക്ഷയം. ആള് കരഞ്ഞാ പോയി. അല്ല ഡോക്ടറെ അങ്ങോട്ട് വ്യക്തമായില്ല. അതെ, വ്യക്തമില്ല. ഏടോ ഇയാൾ കാർ വിളിച്ചെന്നല്ലോ വിളിക്കുമ്പോ ആ സ്റ്റിച്ച് വലി ആ പെയിൻ കൊണ്ടുണ്ടാവുന്ന ബോധക്ഷയം. ഇനി കരയണമെന്നാണെങ്കില ആ മുറിവുണ്ടായ സ്ഥലത്ത് കൈയൊന്ന് തട്ടിയാ മതി. മോനെ ഒന്ന് അങ്ങോട്ട് വിളിക്കടാ. ലൈക്ക് ദിസ്. അത് കുഴപ്പമില്ല, ഇപ്പൊ ശരിയാവും. 15. അല്ല ഡോക്ടറെ, ഇതിപ്പോ എന്ത് ടൈപ്പ് അസുഖം? അല്ല, ആരെയും ചോദിച്ചാ പറയണ്ടേ? ആക്ച്വലി ഇത് റെയർ കേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ തലക്കടി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം പോകണമെന്നൊക്കെ പറഞ്ഞ നോ ലോജിക്, ശുദ്ധമണത്തരം. പിന്നെ ഇതിന്റെ ഡൗട്ട്സ് കുറച്ചുകൂടി ക്ലിയർ ചെയ്യണമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ. ഞാൻ ഈ പനി ചുമ വയറിളക്കം അത്രയൊക്കെ ഉള്ളൂ. സീനിയർ ഡോക്ടർ വന്നിട്ട് ചോദിച്ചിട്ട് വാട്സപ്പ് ചെയ്താൽ മതിയാ? മതിയില്ലേ? മതിയാവും, മതി. അല്ല ഡോക്ടർ ഇപ്പൊ എത്ര നാളായി ഇവിടെ? ഞാനിപ്പോ ഒരു വർഷം ആവുന്നുള്ളൂ. അല്ല അല്ലപ്പ ഈ തുന്നിക്കെട്ടിയതൊക്കെ അത് പിടിക്കണ്ട, ഞാനല്ല, സിസ്റ്ററാണ്. മോർ ദാൻ 20 years എക്സ്പീരിയൻസ്. ഷീ ഈസ് വെരി പ്രൊഫഷണൽ. അല്ല ഡോക്ടറെ, യെസ്. പനിയും ചുമയൊക്കെ ആണെങ്കിൽ വരാലോ അല്ലേ? ഓ വന്നോളൂ, പിന്നെന്താ. മനോ, നീ ഓക്കെ അല്ലേ? തലക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ലല്ലോ? ഈ നാടിനെ മാറ്റിയാ മതി, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. സോറി. എടാ, നീ അധികം സംസാരിക്കണ്ട. വേറെ കുഴപ്പമൊന്നുമില്ല, കട്ടിയുള്ള വാക്കൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റണില്ല. ഏത് നേരത്താണെന്നാവും ഒരുത്തനെ കൊണ്ടുവരാൻ അവൻ തൊലിക്കാനും അവന്റെ തൊലികളുടെ കൂടെ തൊലിച്ചിട്ട് തൊലിഞ്ഞ രൂപത്തിലാകാൻ തോന്നിയത്. എന്നിട്ട് എന്തിയേ തുടങ്ങി വെച്ചാൽ എന്തിയേ? അവൻ നൈസായിട്ട് സ്പ്ലിറ്റ് ആയി. നിനക്ക് വേന എന്തിലുണ്ടോടാ? ഇല്ലടാ, നല്ല സുഖമാ. പാട്ട് ജൂഡ്, എന്താണ്? നീ അവളൊന്ന് വിളിക്കാവോ? ഒരാഴ്ച കഴിഞ്ഞിട്ട് വിഷമുണ്ട്, നല്ല വിഷമുണ്ട്. എന്നാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മീറ്റിംഗ് വെക്കാൻ പറ്റുമെന്നൊന്ന് ചോദിക്കൂ. മനോ, നടക്കൂലട്ടാ. നമ്മളായിട്ട് എഴുന്നണ്ടാക്കിയ അവസരമാണ്. തുടക്കം തന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറയാ, റെസ്പോൺസിബിലിറ്റി പെരുമാറുക. അവക്കെങ്ങാനും വരെ നെഗറ്റീവായി പഠിച്ച കൺഫേം ആണ് അവളിട്ടുണ്ടോ. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആരെ പറയണം? എല്ലാരും കൂടി തന്നില്ലേ എന്റെ തലയിലൊരു കിരീടം. മിണ്ടരുത്, നീ മിണ്ടരുത്. നീയും എടാ ശരിയടാ, എന്തായാലും നമ്മള് കാരണം ഇവന്റെ തലക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി. നമ്മളാ? നീ എന്തായാലും പറ്റി എന്ന് വെച്ച് നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചാൽ പരിപാടി മുടങ്ങരുത്. അത് മുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെക്കനോട് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അപരാധമായി പോകും. അല്ലേ? അത് ശരിയാ. തൽക്കാലം അവന്റെ തലയിൽ അവനിപ്പോ ഒരു കിരീടം അണിഞ്ഞു, അതവന്റെ വിധി. അല്ലടാ, സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ പോലും നിന്നെ അവിടെ എത്തിച്ച് പരിപാടി അറ്റൻഡ് ചെയ്യിപ്പിച്ച് നിന്റെ പ്രേമയാത്ര അർത്ഥപൂർണ്ണമാക്കി തീർത്തില്ലെങ്കിൽ ഞങ്ങളൊന്നും നിന്റെ ഫ്രണ്ട്സ് അല്ല എന്ന് പറയായിരുന്നു. അല്ലേ? 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 കൊതുക് തിരി മണക്കാൻ ചെന്ന കൊതുകിന്റെ അവസ്ഥ ഇരിക്കണ ഇവനെയും കൊണ്ട് നീ എടാ ഡോക്ടർ പറഞ്ഞ നീ കേട്ടല്ലേ? എറു എന്ന് പറഞ്ഞാൽ ചിലപ്പോ തല ഇറങ്ങി വീഴും. എന്റെ അറിവിൽ ഞാൻ ഇതിലായിട്ട് നടത്തിയ അഭിമുഖ സംഭാഷണങ്ങളിലൊന്നും ഈ എറു ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എടാ, ഇവൻ അവളുടെ പേര് വിളിക്കണ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ പേരെന്തായിരുന്നു? ഋതുപർണിക. എന്താന്ന്? ഋതുപർണിക. അതന്നെയല്ലേ ഞാനും പറഞ്ഞോളൂ. അത് വ്യക്തമായിട്ട് പറഞ്ഞല്ലേ, താ മണ്ടരാന്ന് ഓർക്കില്ലേ? എടാ, ഞാനൊരാശയം പറയട്ടെ. അമ്മാവൻ തുടങ്ങി. എന്റെ പൊന്നു സുഖു, നേരത്തെ പറഞ്ഞ പോലത്തെ വല്ല 2000 വല്ല ആശയം വല്ല വേണം. എന്റെ പൊന്നു സുഖു, തന്റെ ഒരു ആശയം കൊണ്ട് ഇവിടെ ഒരുത്തന്റെ തല വരെയാണ് തലരിഞ്ഞിരിക്കുന്നത്. എടാ ഒന്ന് പോയടാ. എടാ, ഇന്ന് പോവാൻ പറ്റില്ലേ? ആ പെങ്കുച്ച് കയ്യിൽ നിന്ന് പോകുന്ന ഉറപ്പാണ്. അത് ഉറപ്പാണ്. അതെന്താ സുഖു, ഒരു തരത്തിലാണ് ഇവിടെ പറ്റാൻ പറഞ്ഞു വെച്ചേക്കണത്. പെണ്ണിന്റെ മനസ്സാണ്, എപ്പ വേണമെങ്കിലും മാറാം. പക്ഷെ ഈ അവസ്ഥയിൽ അവളുടെ ഓഫീസർ ഇവരെ കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് നടക്കോ? അത് നടക്കൂല. എന്നാ ഞാൻ വേറൊരു ആശയം പറയട്ടെ. സുഖു എടാ പറയട്ടെ. എടാ, നീ അവളോടെ നമ്മുടെ പുണ്യാളുടെ കപ്പയിലെടുത്തിട്ട് വരാൻ പറ്റുമോ ചോദിക്കും. അതാണെങ്കിൽ ഇവിടെ അടുത്തുമാണ്, നമുക്ക് പിന്നെ പോണെങ്കിൽ റിസ്ക്കും ഇല്ല. അത് വളരെ മികച്ചൊരാശയാണ് അല്ലേ? അതെ, അല്ലേ? ആ
ചൂടെ പറ്റൂ. പറ്റിക്ക. ആ അങ്ങനെയാണെങ്കിൽ മനോജെ നീ പോകാൻ റെഡി ആണെങ്കിൽ നിന്നെ അവിടെ എത്തിക്കുന്ന കാര്യം ഈ ഞങ്ങളെ ഞങ്ങളെത്തി അതെ പോയേക്കാം. പോണം. എടാ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോന്നാടാ നീ എന്ത് കാണിക്കാൻ വന്നാണ്? നമുക്ക് സേഫ് ആയിട്ട് പോവാന്ന് പറയാൻ വന്നാണ്. അവന്റെ മനോ ദാ, മനോ എടാ, നീ ചത്തോ?